ഹലോ, നമ്മൾക്ക് ഇന്നൊരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അതും വളരെ മിനിമൽ മസാലയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക, മുളക് പൊടി ആഡ് ചെയ്യുക. മുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക, പാകത്തിനായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മസാല നല്ല രീതിയിൽ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടും. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മിനിമം 15 മിനിറ്റ്സ് എങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കേണ്ടതാണ്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂസ് കുതിർക്കാനായിട്ട് മാറ്റി വെക്കുക. ഞാനിവിടെ ബിരിയാണി റൈസായിട്ട് ബസ്മതി റൈസ് എടുത്തിട്ടുള്ളത്. അതിനുള്ള വെള്ളം വെച്ചതിന് ശേഷം അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസും ആഡ് ചെയ്ത് കൊടുക്കണം. റൈസ് തിളച്ച് വരുമ്പോൾ വേഗ് നോക്കിയിട്ട് ഒരു 90% വേഗമാകുമ്പോൾ ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു ജാറിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ക്രഷ് ചെയ്ത് മാറ്റി വെക്കേണ്ടതാണ്. നൈസായിട്ട് അരിഞ്ഞ് വെച്ച ഒനിയൻ ഉണ്ട്, അത് ഞാൻ ഫ്രൈ ചെയ്താണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യാനുള്ള ഒനിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് സോൾട്ട് കൂടി ഇട്ടാൽ ഒനിയൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതാണ്. ആ സെയിം ഓയിലിലേക്കാണ് ഞാനിനി കാഷ്യൂസ് റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അതും ഞാൻ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് പുതിയ ഓയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ റൈസ് കുക്ക് ചെയ്ത സെയിം കുക്കറിലേക്കാണ് ഇനി മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ആ കുക്കറിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബാക്കി വന്ന ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് മാറ്റി വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. നല്ല രീതിയിലൊന്ന് വഴത്ത് വന്നതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കണം. അതും നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ വഴന്ന് വരുമ്പം പൊടികളായിട്ട് ഞാൻ മല്ലിപ്പൊടിയും ഗരം മസാലയും മാത്രമേ നമ്മൾ ഇതിൽ ചേർക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച കാഷ്യൂവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യാനും പോകുന്നത്. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. റൈസ് നിങ്ങൾക്ക് ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഫുള്ള് റൈസ് ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഒനിയൻ, റൈസിൻ, കാഷ്യൂസും പിന്നെ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ടൈം നെയ്യ് കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്കിതൊരു ഫോയിൽ പേപ്പർ വെച്ച് അടച്ചിട്ട് ദം ചെയ്യാനായിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ മാറ്റി വെക്കാം. ഇനി ഇത് ദം ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഈ ടൈം നമുക്ക് സോൾട്ട് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിനൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പപ്പടവും പിക്കിളും സാലഡൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.